ഹലോ, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ കസിൻ്റെ എൻഗേജ്മെൻറ്റിന് വേണ്ടിയിട്ട് ഞങ്ങൾ ചോക്ലേറ്റ് ഹാമ്പർ റെഡിയാക്കുന്നതിൻ്റെ ഒരു വീഡിയോ ആണ്. അപ്പോൾ അതിൻ്റെ സാധനങ്ങളൊക്കെ ഇവിടുന്ന് വാങ്ങി റേറ്റ് കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞങ്ങൾ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഷോപ്പ് വരുന്നത് കാലിക്കറ്റ് SM സ്ട്രീറ്റിലാണ്. SM സ്ട്രീറ്റിൽ മൊയ്തീൻ പള്ളി റോഡിൽ നിന്ന് വരുമ്പം മൊയ്തീൻ പള്ളി റോഡിൽ നിന്ന് SM സ്ട്രീറ്റിലോട്ട് കിടക്കുമ്പോൾ റൈറ്റ് സൈഡിലായിട്ടാണ് ഈ ഒരു ഷോപ്പ് വരുന്നത്. ഇതൊരു ഹോൾസെയിൽ ഷോപ്പാണ്. അപ്പം ഹോൾസെയിൽ റേറ്റിന് നിങ്ങൾക്ക് ചോക്ലേറ്റുകളൊക്കെ വാങ്ങിക്കാവുന്നതാണ്. ഒരുവിധം എല്ലാ സാധനവും നമുക്ക് ഈ ഒരു ഷോപ്പിൽ അവൈലബിൾ ആണ്. പലതരം ഫ്ലവേഴ്സ് ഉണ്ട്, അതുപോലെ നമുക്ക് ആ ഒരു ബോക്സ് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ട സാധനങ്ങളുണ്ട്. പിന്നെ ഇതൊരു ഹോൾസെയിൽ ഷോപ്പാട്ടോ, റീറ്റെയിലല്ല, ഹോൾസെയിലാണ്. അപ്പോൾ നിങ്ങൾ ബൾക്കായിട്ടൊക്കെ സാധനം എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ എൻഗേജ്മെൻറ്റിന് കൊണ്ടുപോകുമ്പോൾ നമുക്ക് ഒത്തിരി ചോക്ലേറ്റ്സ് ഒക്കെ വേണ്ടിയുള്ളൂ. അപ്പോൾ അതിനൊക്കെ നിങ്ങൾക്ക് നല്ലൊരു ഓപ്ഷനാണ് ഈ ഒരു ഷോപ്പ്. അപ്പോൾ ഈ സെയിൻസ് എന്നാട്ടോ ഈ ഒരു ഷോപ്പിൻ്റെ പേര് വരുന്നത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് 2 ബോക്സ് ചോക്ലേറ്റ് വാങ്ങി, 2 കിലോൻ്റെ 2 ബോക്സ്. അപ്പോൾ 1 കിലോ 140 എണ്ണമൊക്കെ ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. ഞങ്ങൾ എണ്ണി നോക്കി, 126 പീസ് ചോക്ലേറ്റ് ആട്ടോ ഉള്ളത്. അപ്പോൾ ഞങ്ങൾക്ക് 300 എണ്ണം വേണമായിരുന്നു. അപ്പോൾ നമ്മൾ 2 ബോക്സ് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഇതാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളൊരു ഹാമ്പർ എന്ന് പറയുന്നത്. ഇതിന് 390 രൂപയാണ് റേറ്റ് വരുന്നത്. അപ്പോൾ നമ്മൾ ഒരു പെട്ടി ചോക്ലേറ്റ് പൊട്ടിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഇതിൻ്റെ മേലെയായിട്ട് വെക്കാനായിട്ട് കുറച്ച് കിറ്റ്കാറ്റ്, അതുപോലത്തെ ഡയറി മിൽക്ക്, അങ്ങനത്തെ കുറച്ച് ചോക്ലേറ്റുകൾ വേറെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ടൈം ആയിട്ടോ ഈ ഒരു ചോക്ലേറ്റിൻ്റെ ഹാമ്പർ റെഡിയാക്കണം. അപ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. ഇനി എങ്ങനെയാണെന്ന് വലിയൊരു ഐഡിയ ഒന്നുമില്ല. പിന്നെ ഞങ്ങളെങ്ങനെയൊക്കെ രണ്ടാളും കൂടെ കഷ്ടപ്പെട്ട് ഇതൊക്കെ ഒട്ടിച്ചെടുത്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിതാ കേക്ക് സെറ്റ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ എൻഗേജ്മെൻറ്റിന് പോകാൻ കേക്കൊക്കെ തലേന്ന് തന്നെ ക്രീം വെച്ച് സെറ്റാക്കി. അപ്പോൾ നമ്മളത് സ്റ്റാക്ക് ചെയ്യുന്നത് പോകുന്നതിനൊന്ന് മോർണിംഗ് ആട്ടോ ഈ കേക്ക് സ്റ്റാക്കിങ് ചെയ്യുന്നത്. ഇപ്പം നല്ല ചൂടായതുകൊണ്ട് ഓരോന്ന് സ്റ്റാക്ക് ചെയ്ത് അതിന് സ്റ്റിക്കൊക്കെ വെച്ചതിന് ശേഷമാണ് മറ്റേത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് ഇതിൻ്റെ മേലേക്ക് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതാ നമ്മൾ ലാസ്റ്റത്തെ ലെയറും വെച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു കേക്കിൻ്റെ വെയിറ്റ് വരുന്നത് 3 കിലോ ആണ് കേട്ടോ. പിന്നെ ഞങ്ങൾ തന്നെ ഫംഗ്ഷൻ ആയതുകൊണ്ട് ഞാൻ വെയിറ്റ് അങ്ങനെ നോക്കില്ല, 3 കിലോയിൽ കൂടുതലുണ്ട് കേക്ക്. അപ്പോൾ ലാസ്റ്റത്തെ സ്റ്റിക്കും അതിലേക്ക് വെച്ച് കൊടുത്ത് പിന്നെ ഫ്രഷ് ഫ്ലവർ വെച്ചിട്ടാണ് ഈ ഒരു കേക്ക് ചെയ്യുന്നത്. ഫ്രഷ് റോസ് ഫ്ലവറും ഉണ്ട്, പിന്നെ ജിപ്സ് എന്ന് പറയുന്ന ഈ ഒരു വൈറ്റ് ഫ്ലവറാണ് ജിപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ റോസ് ഫ്ലവർ വെച്ചിട്ട് അതിൻ്റെ ചുറ്റും ജിപ്സം ഫ്ലവർ വെച്ച് കേക്കൊക്കെ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തു. പാളയം മാർക്കറ്റിനാണ് കേട്ടോ നമ്മൾ ഈ ഫ്രഷ് ഫ്ലവേഴ്സൊക്കെ വാങ്ങിച്ചിട്ടുള്ളത്. റോസ് ഫ്ലവറിന് 20 രൂപ റേറ്റ്, പിന്നെ 100 രൂപേൻ്റെ ജിപ്സാണ് വാങ്ങിച്ചിട്ടുള്ളത്. പിന്നെ കേക്കൊക്കെ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തു. അതിൻ്റെ മേലെ കുറച്ച് ഹാർട്ട് ഷേപ്പും പിന്നെ ടോപ്പറൊക്കെ കുത്തി ഞാൻ അതിൻ്റെ കൂടെ കുറച്ച് ഷോ കാണിക്കാൻ കുറച്ച് ഫോട്ടോസ് എടുത്തു. സാധാരണ ഞാൻ ഇങ്ങനെ കേക്കിന് ഫോട്ടോ എടുക്കല്ല, ഞാൻ അതിൻ്റെ കൂടെ ഒന്നും ഫോട്ടോസൊന്നും എടുക്കില്ല. ചിലപ്പോൾ ഇനി അതുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അവിടെ ഞങ്ങൾ എൻഗേജ്മെൻറ്റിൻ്റെ വീട്ടിലെത്തുമ്പോഴേക്കും ഈ കേക്ക് ഫുള്ള് ഡാമേജായി എന്നാൽ കേക്കിൻ്റെ 4 ഭാഗത്തേക്കും കറങ്ങി 4 ഭാഗത്തും തട്ടി. ക്രീം ഫുള്ള് പോയി, കേക്ക് ഒരു ഭാഗത്തേക്ക് ചരിഞ്ഞ് ബോർഡും അത് ഈ ബോക്സിൻ്റെ മേലെ തട്ടി നിൽക്കുകയായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ വഴിയിൽ വെച്ച് ഞങ്ങളെ കാറിൻ്റെ ഓയിൽ ലീക്കായിട്ട് കാർ അവിടെ സൈഡാക്കേണ്ടി വന്നത്. അപ്പോൾ കാറ് പണി തന്നെ അവിടുന്ന് പിന്നെ ഒരു ഓട്ടോ ഇടിച്ചിട്ടാണ് ഈ എൻഗേജ്മെൻറ്റിൻ്റെ വീട്ടിലേക്ക് പോകുന്നത്. ഓട്ടോയിൽ കയറിയതാണ് ഏറ്റവും വലിയ അബദ്ധമായത്. ഓട്ടോയിൽ കയറിയിട്ട് ഓട്ടോയിൽ നിന്ന് ഉള്ള കുലുക്കും വളവ് തിരിച്ചതും ഇറക്കിയതൊക്കെ പാടെ കേക്ക് ഫുള്ള് പോയി. ഞങ്ങൾ ഈ കേക്ക് അവിടെ ഒഴിവാക്കാമെന്ന് വിചാരിച്ചു. കാരണം നമ്മളൊരു ഫംഗ്ഷന് വേണ്ടി കൊണ്ടുവന്ന കേക്കല്ല. അത്രയ്ക്ക് എനിക്ക് ഇത്രയും കാലം കേക്ക് കൊടുത്തിരുന്നത് ഒരു അനുഭവം ഇതുവരെ ഉണ്ടായില്ല. അപ്പോൾ കേക്ക് അവിടെ ഒഴിവാക്കാൻ തന്നെ വിചാരിച്ച് നിൽക്കേനി. പിന്നെ അവിടെ ഉള്ളവരൊക്കെ ഭയങ്കര സപ്പോർട്ടിന്, ഒരു കുഴപ്പമില്ല, ഈ കേക്കൊന്നും സംഭവിച്ചിട്ടൊന്നുമില്ല, അങ്ങനെ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ പിന്നെ ഒരു വീട്ടിൽ അവിടെ കൊണ്ടുപോയി ഇട്ടതേനി. പിന്നെ അവിടുന്ന് വീണ്ടും പോയിട്ട് അവിടെ ഉള്ള ഏട്ടൻ പോയി എടുത്തുകൊണ്ടുവന്ന് പിന്നെ അവർ തന്നെ കുറച്ച് ഈ ബോക്സോടെ തന്നെ തട്ടി ഒന്ന് ലെവലാക്കി. പിന്നെ ഞങ്ങൾ സൈഡിലുള്ള ഈ തെറിച്ചിട്ടുള്ള ഈ ഒന്ന് നീങ്ങിപ്പോയിട്ടുള്ള അതൊക്കെ ഉള്ളോട്ടാക്കി ബാക്കിൽ നിന്ന് കുറച്ച് ജിപ്സം ഫ്ലവറൊക്കെ എടുത്ത് ആ ഡാമേജ് വന്ന ഭാഗത്തേക്കൊക്കെ ആക്കി കൊടുത്ത് അങ്ങനെ ഞങ്ങൾ കേക്ക് ഒരു വിധം സെറ്റാക്കി. കാരണം നമ്മൾ അത്രയും പെർഫെക്റ്റ് ആയിട്ട് ചെയ്ത സാധനം പിന്നെ ഈ ഒരു അവസ്ഥയിൽ കാണാറുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടം. എനിക്ക് അവിടെ നിന്ന് സത്യം പറഞ്ഞാൽ നല്ല ചൂടാണല്ലോ അപ്പോൾ അവിടെ നല്ല തണുത്ത ജ്യൂസ് കിട്ടി. ഈ ജ്യൂസൊന്നും കുടിച്ചിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് അവിടെ നിന്ന് ഇറങ്ങുന്നില്ല. കാരണം അത്രയ്ക്ക് ടെൻഷനായിപ്പോയി. നമ്മുടെ വീട്ടിലത്തെ പരിപാടി ആയതുകൊണ്ട് മാത്രമല്ല, ഒരു കേക്ക് അത്രയും ആഗ്രഹിച്ച് അത്രയും എഫേർട്ട് എടുത്തിട്ടാണ് ഒരു കേക്ക് ചെയ്യുന്നത്. തലേന്നൊക്കെ ഫുള്ള് സെറ്റ് ചെയ്ത് രാത്രി 12 മണി വരെ ഉറക്കം കഴിഞ്ഞിട്ടാണ് ഒരു കേക്ക് സെറ്റ് ചെയ്ത്. പിന്നെ നമുക്കത്
ആ ഒരു ക്യാഷ് കിട്ടുന്നതിലും എന്താണ് ആ സാധനം നമുക്ക് അതിന് കറക്റ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റാണ്ട് വരുമ്പോഴുള്ളൊരു വിഷമം അതായിരുന്നു. പക്ഷെ ശരിക്കും അവിടെ എല്ലാവരും എന്നെ ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് കുഴപ്പമില്ല അതെനിക്ക് ഭയങ്കര ഒരു ആശ്വാസം. നമ്മൾ തകർന്ന് നിൽക്കുന്ന സമയത്ത് അവിടെ കുറച്ച് ആൾക്കാർ കുറ്റം കൂടി പറഞ്ഞില്ലെങ്കിൽ നമ്മൾ ആകെ ഡൗൺ ആയി പോയിന്. പിന്നെ ശരിക്കും ഞങ്ങളിതൊക്കെ ചെയ്യുന്നത് ചിരിച്ചുകൊണ്ടാണ്. അതുകൊണ്ടാണ് പിന്നെ വീഡിയോ എടുക്കുന്നത്. അത് മറിഞ്ഞ് നിൽക്കുന്ന സമയത്ത് വീഡിയോ ഒന്നും എടുക്കാനുള്ളൊരിതില്ലേനി. പിന്നെ മൈൻഡൊക്കെ ഒന്ന് സെറ്റായതിനു ശേഷമാണ് നമുക്ക് ഏതായാലും മറിഞ്ഞ് വീണ് നമ്മളൊരു എക്സ്പീരിയൻസ് നമുക്ക് ഉണ്ടായിട്ടുള്ളൊരു അനുഭവം അതൊന്ന് ഷെയർ ചെയ്യാമെന്ന് വെച്ചിട്ട് നമ്മൾ വീഡിയോ ഒക്കെ എടുത്ത് ഒരുവിധം കേക്ക് സെറ്റാക്കി. കേക്ക് ഫങ്ഷന് കട്ട് ചെയ്ത് ഫസ്റ്റ് തന്നെ ഈ കേക്ക് കട്ട് ചെയ്യുകയും ചെയ്തു. അതൊക്കെ ഈ ഭയങ്കര സന്തോഷമായി. പിന്നെ എന്താ കേക്ക് ലാലേട്ടൻ സ്റ്റൈലിലൊന്ന് ചെരിഞ്ഞിട്ടുണ്ടായത്, വേറെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. അപ്പോൾ കേക്കൊക്കെ കട്ട് ചെയ്ത് ഫങ്ഷനൊക്കെ അടിപൊളിയായി. കേക്ക് ഇതുപോലെ ആക്കിയിട്ടുണ്ട് ഏകദേശം. ഇപ്പോൾ കട്ട് ചെയ്യുമ്പോൾ കേക്കിന് കണ്ടൊരു ചെരിവ് ഒരു ഭാഗത്തേക്ക് ചെരിഞ്ഞിട്ടാണ് നിൽക്കുന്നത്. പിന്നെ ഇത് ആ കുട്ടീൻ്റെ വീട്ടിൽ തന്നെ ഒരു കേക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് നല്ല വൃത്തിയുള്ളൊരു കേക്കായിരുന്നു, നല്ല അടിപൊളിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ വളയിടലും ഗിഫ്റ്റ് കൊടുക്കലും ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് തിരിച്ച് വരുമ്പോൾ കാർ നന്നാക്കാൻ ഒരു മെക്കാനിക്കിനെ കിട്ടി. കാറൊക്കെ നന്നാക്കി ഞങ്ങൾ വീട്ടിലേക്ക് പോന്നു. അപ്പോൾ ഇത്രയാണ് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.